എസ്. ഒരു നൂറ്റാണ്ട് നീണ്ട സമരജീവിതത്തിന് രണ്ടക്ഷരത്തിൽ കുറുക്കിയ കേരളത്തിന്റെ വിളിപ്പേര്. മാംസപാളികളെ പുളകം കൊള്ളിക്കുന്ന യൗവന തീജ്വാലയുടെ പേര്. ഇന്ന് മോഡി ഗവൺമെന്റിന്റെ കുത്തകകളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന, സാധാരണ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മോഡി ഭരണത്തിനെതിരായിട്ടുള്ള പുന്നപ്രയിൽ നിന്ന് കൊളുത്തിവിട്ട ഒരു നുറുങ്ങുവെട്ടം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെയും ജനാധിപത്യ ഇന്ത്യയിലെയും അധികായരിൽ ഒരാളായി വളർന്നതിൻ്റെ ചരിത്രം. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 വി.എസ്. അച്യുതാനന്ദൻ്റെ ജനനം. 4 വയസ്സുള്ളപ്പോൾ അമ്മയും 11ാം വയസ്സിൽ അച്ഛനും മരിച്ച വി.എസ്. സഹോദരൻ്റെ ജൗളിക്കടയിൽ സഹായിയായി. 7ാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ച വി.എസ്. സ്റ്റേറ്റ് കോൺഗ്രസിലൂടെ സമരഗോതയിലിറങ്ങി. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക്. സാക്ഷാൽ പി. കൃഷ്ണപിള്ളയുടെ ശിഷ്യനായി കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് വി.എസ്. പടനയിക്കാനിറങ്ങി. അധ്വാനത്തിൻ്റെ കുന്തമുന കൊണ്ട് ജന്മിത്തത്തിൻ്റെ അധികാരമുനയൊടിച്ച പുന്നപ്ര വയലാർ സമരനായകൻ, കേരളത്തിൻ്റെ 20ാമത്തെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എന്നിങ്ങനെ പല ചുമതലകളിൽ കേരളത്തിൻ്റെ നാവും മുഖവുമായി. 100 ദിവസത്തിനകം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം 700 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ പൂവണിഞ്ഞിട്ടില്ല. CPI-യിലും 1964 മുതൽ CPM-ലുമായി പാർട്ടി സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ വരെ നീണ്ട എണ്ണിയാലൊടുങ്ങാത്തയത്ര ചുമതലകൾ. ഒരു നൂറ്റാണ്ട് നീണ്ട വി.എസ്. അച്യുതാനന്ദൻ്റെ സമരജീവിതം മലയാളക്കരയുടെ 100 വർഷത്തെ ചരിത്രമാണ്. ബ്രിട്ടീഷ് ജന്മിവാഴ്ചകളിൽ തുടങ്ങി ജനാധിപത്യ ഇന്ത്യയിലെ രാഷ്ട്രീയ എതിരാളികളെ വരെ വിറപ്പിച്ച അച്യുതാനന്ദൻ എന്ന നീട്ടിപ്പറയുന്ന നേതാവിൻ്റെ ചരിത്രം. വിപ്ലവ ജ്വാലകളിൽ വി.എസ്. എന്ന രണ്ടക്ഷരം ഒരു നൂറ്റാണ്ടിനിപ്പുറത്തേക്ക് വിപ്ലവ ജ്വാലയായി പടരുകയാണ്. വി.എസ്. തന്നെ പറഞ്ഞതുപോലെ, തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തല നരക്കാത്തതല്ല എന്റെ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണെന്റെ യൗവനം. ആശംസകൾ വി.എസ്. ആശംസകൾ ജനങ്ങളുടെ നേതാവിന്.